ഹലോ എവരി വൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അതിൽ ഫിറ്റ്നസ് കണ്ടൻറ്റ് വീഡിയോ ആണ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. എന്നെക്കുറിച്ച് വരുന്ന വീഡിയോയിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറയാം. ഇന്ന് നമ്മൾ ലെഗിൻ്റെ വർക്കൗട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിൽ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഇതുപോലുള്ള ഫിറ്റ്നസ്സിൻ്റെ കണ്ടൻറ്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ എന്തൊക്കെ പോരായ്മയുണ്ട്, കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ച് ക്ലിയർ ചെയ്ത് വരുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഇന്ന് ലെഗിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന എനിക്ക് ആദ്യം തന്നെ നമ്മൾ സ്കോട്ട് ചെയ്ത് അതിൽ ജിമ്മിൽ പോയി വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം സ്കോട്ട് ചെയ്ത് ആദ്യം ഫ്രീ ബാറിലാണ് അടിച്ചത്. ഞാനിതിൽ മാക്സിമം നമ്മളുടെ യൂട്യൂബിൻ്റെ പരിമിതികൾ കാര്യങ്ങളൊക്കെ ആദ്യത്തെ വീഡിയോ കൊണ്ട് തന്നെ വളരെ ടൈം ഫ്രെയിം കുറച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്ത് വീണ്ടും ഒരു 2 റെപ്പ് അല്ലെങ്കിൽ 2 സെറ്റിൻ്റെ ഓരോ വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്കോട്ട് വീണ്ടും അടിച്ച് ഫുൾ വാമപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ബർദുബായിലുള്ള മംഗോൾ ഏരിയയിലുള്ള സ്പിന്നീസ് എന്നുള്ള ജിമ്മിലാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം സ്പേസസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ഒരുപാട് ഫോറിൻസും ഒരുപാട് ഇംഗ്ലീഷുകാരും കാര്യങ്ങളൊക്കെ വരുന്നൊരു ജിമ്മാണ്. ഇവിടെ തന്നെ ഏറ്റവും ഈ ഒരു കരാമ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലെ ഏറ്റവും നല്ലൊരു ജിമ്മാണ് സ്പിന്നീസിന് മുകളിലുള്ള ജിംനേഷ്യം എന്നാണ് ജിമ്മിൻ്റെ പേര് കേട്ടോ. ഇതൊരു 159 160 ദിറംസാണ് പെർ മന്ത് നമുക്ക് ചാർജ് വരുന്നത്. ആദ്യം സ്കോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ഇട്ടിട്ട് കണ്ട് ലെഗ് പ്രസ് ചെയ്ത് 3 സെറ്റ് ചെയ്ത് അതിൽ ലാസ്റ്റ് സെറ്റ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഡ്രോപ്പ് ആയിട്ടാണ് അടിച്ചിട്ടുള്ളത്. 2-3 എണ്ണം അടിക്കുമ്പോഴത്തേനും ഏകദേശം കാല് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 സെറ്റിൽ ലാസ്റ്റത്തേതായിട്ട് നമ്മൾ ഡ്രോപ്പ് സെറ്റാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം വെയിറ്റ് ഒരു സൈഡിൽ 45 വെയിറ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ബോഡിയിലെ ഏറ്റവും റിസ്ക് എന്നല്ലെങ്കിൽ പെയിൻ കൂടുതൽ നാൾ നിൽക്കുന്നതൊരു ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗ് ആയിരിക്കും. എല്ലാവർക്കും ആ ലെഗ് കളിച്ചിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. പിന്നെ നമുക്ക് ആ ലെഗിൻ്റെ പെയിൻ അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ലെഗിൻ്റെ പെയിൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല, കൊള്ളാം അടിപൊളിയാണ് എന്നുള്ളത്. നല്ലൊരു ഫീലാണ് ലെഗിൻ്റെ പെയിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഇത് ലാസ്റ്റത്തെ ഒരു സെറ്റായതുകൊണ്ട് തന്നെ പോസ്റ്റർ കറക്റ്റല്ല, ഒന്നും കൂടി താഴത്തേക്ക് ഇറക്കിയിട്ട് നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കറക്റ്റായിട്ട് ലെഗിന് ക്ലിയറായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലിയർ ഫോമിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിയറായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. പിന്നെ രണ്ടാമത്തെ ഇതിൽ കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കളി ഞാൻ വാക്കിംഗ് ലഞ്ചസ് ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കളിച്ചത് RDL ആണ്, റൊമാനിയൻ ഡെഡ് ലിഫ്റ്റാണ്. അതിൻ്റെ പോസ്റ്റർ കറക്റ്റ് ആ ഒരു ബെൻഡ് ചെയ്ത് കറക്റ്റ് നമ്മളുടെ ഹാംസ്ട്രിങ്സിന് കിട്ടുന്ന രൂപത്തിൽ അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കണം. ആ ജിംനേഷ്യത്തിൻ്റെ ബാക്കിലുള്ള ഒരു എല്ലും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എനിക്ക് ഈ ജിംനേഷ്യത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആനിമേഷൻ അല്ലെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്തൊരു പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരു വർക്കൗട്ട് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്കുണ്ടാവും. ആ ഒരു 4 കിക്കിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കിക്കിംഗ് ബാഗിൽ വർക്കൗട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കിക്ക് ചെയ്ത് ചെയ്യാനൊക്കെ. പിന്നെ RDL കഴിഞ്ഞ പാട് നമ്മൾ ചെയ്തത് ലെഗുകളാണ്, ലെഗ് എക്സ്റ്റൻഷനാണ് ചെയ്തത്. അതുപോലെ തന്നെ 3 സെറ്റ് ഇട്ട് ഡ്രോപ്പ് സെറ്റാണ് നമ്മളിതിൽ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സീറ്റഡ് ലെഗുകൾ പതിയെ പിടിച്ചു വിടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നൈസാണ്. പിന്നെ നമ്മൾ സ്കാർഫിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സ്കാർഫുകൾ ചെയ്ത് ഇത്രയും വർക്കൗട്ട് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ബാക്കിൽ കാണുന്ന ഒരു പോർഷനാണ് ഡംബിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. നമ്മൾ ഡംബിൾക്കുകൾ സൈഡ് റേസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആ ഒരു പോസ്റ്ററാണ് ഉപയോഗിക്കുക. ആ ഒരു സ്ഥലമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ.
എല്ലാവരും ഒന്ന് ചാനൽ കയറി